കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഈ എളിയവർ നിലവിളിച്ച യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സഹോദരങ്ങളെ, എല്ലാ കാലത്തും അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയും ഒരിക്കലും ലജ്ജിച്ചു പോവില്ല. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യർ ആശ്രയിച്ചാൽ നമ്മൾ പരാജയപ്പെടും. പക്ഷേ ഏത് സമയത്തും ആശ്രയിപ്പാൻ പറ്റുന്ന ഒരുവനുണ്ട്. അവിടുത്തെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ വിജയപ്പെടുത്താം. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് അവിടുത്തെ പ്രവർത്തികളെ ജീവിപ്പിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കൂ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ദൈവമേ അതിനെ വെളിപ്പെട്ടു വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവം തന്റെ ജനത്തിനു വേണ്ടി, അഭിഷിക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു എന്ന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങൂ. ആണ്ടുകളല്ല, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അങ്ങയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ, അതിനെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോകുകയാണ്. വെളിപ്പെടുത്തേണ്ടതിനെ വെളിപ്പെടുത്തി ചവറായ ശിശുക്കളെ ശക്തീകരിപ്പിച്ച് അവിടുത്തെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും എന്നുള്ള സംശയമില്ല. കർത്താവിന്റെ ഒരു വാക്ക് മതി. ശതാധിപൻ പറഞ്ഞു പോലെ, കർത്താവെ അങ്ങയുടെ ഒരു വാക്ക് മതി. സഹോദരങ്ങളെ, ഇന്നും ആ വാക്ക് നമുക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആ വാക്കിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവന്റെ കരം ഇറങ്ങി വരികയാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നുള്ള ദൈവശാബ്ദം നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവിടുത്തെ കരം നീട്ടിയിരിക്കുന്നു, അതിനെ തടയുന്നതാര്? ആ കരം തന്റെ ജനത്തിനു വേണ്ടി ഇന്ന് പകലും എഴുന്നേറ്റ് വരികയാണ്. വിശ്വസിച്ചാൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ എത്ര പേർ വിശ്വസിക്കും? എനിക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതം ചെയ്യും. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ആ ചെവി മന്ദമായി പോയിട്ടില്ല. ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഏറ്റെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്നും ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. അവിടുത്തെ കരം സഹോദരങ്ങളെ കുറുതായി പോയിട്ടില്ല, അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ആ കരം ഇന്നും പ്രവർത്തിക്കാൻ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. 71 സങ്കീർത്തനം 24 വാക്യം, എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോയിരിക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഓവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. നിന്റെ ചെവി എനിക്കിലേക്ക് ചായ്ക്കണമേ. എന്നിട്ട് പറഞ്ഞ, യഹോവേ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സങ്കീർത്തനം. ആ കുറിവാക്കി നോക്കൂ. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ന്യായം നഷ്ടപ്പെടുമ്പോൾ, വേദനകളിലും സങ്കടത്തിലൂടെ പോകുമ്പോഴും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഭക്തൻ തന്റെ അനുഭവത്തിൽ പറയുകയാണ്. നോക്കൂ, ഈ സങ്കീർത്തനം ഉടനീളം പറയും, മഹാ കാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, അങ്ങയോട് തുല്യനായിട്ട് ആരുമില്ല കേട്ടോ. പ്രതിസന്ധികൾ വന്നു, കരകയറാൻ കഴിയാത്തതുപോലെ ശക്തമായ വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അവിടെ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് താൻ സംസാരിക്കുകയാണ്. പ്രിയരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവിടെ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല,
നടക്കാൻ കഴിയാത്തപ്പോൾ തള്ളകളെ പതുക്കെ നടത്തുന്ന, കുഞ്ഞാടുകളെ ത്രാണിയില്ലാത്തതിനെ മാർവിടത്തിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകലൊന്ന് തിരിച്ചറിയാൻ നമുക്കിടയാവണം. എന്നിട്ട് പറയുകയാണ്, മഹാകാര്യങ്ങൾ പ്രവർത്തിച്ച ദൈവമേ. കാരണം എന്താണെന്നറിയാമോ? അനവധി അനർത്ഥങ്ങൾ, ഒന്നല്ല അനവധി അനർത്ഥങ്ങൾ, ഒന്നിനും ഇത് മറ്റൊന്നായി കുരമ്പോൾ പോലെ ദാവീദിനെതിരെ അനർത്ഥങ്ങൾ വന്നു. സ്തോത്രം. പല സൈഡിൽ നിന്ന് വന്നു, അകത്തു നിന്നും പുറത്തു നിന്നും വന്നു. ഇതിനെ ഫേസ് ചെയ്യുന്ന സമയങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഘട്ടങ്ങൾ വന്നപ്പോഴും പറയുകയാണ്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ആഴങ്ങളിലേക്ക് പോകുന്നത് പോലെ ഇനിയും പൊങ്ങി വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല, ഒരു തിരിച്ചു വരവില്ലെന്ന് പലരും പറഞ്ഞില്ലേ? തന്നെ ശപിച്ചില്ലേ? മണ്ണുവാരിയിട്ടില്ലേ? തകർത്ത് കളയാൻ കുന്തവുമായ ശക്തികൾ വന്നില്ലേ? പക്ഷെ അവിടൊക്കെ വീണ്ടും ജീവിപ്പിച്ച ഒരു ദൈവം, ശക്തീകരിച്ച ദൈവം, തിരിച്ചു വരുത്തിയ ദൈവം, മറ്റൊരു പറഞ്ഞാൽ ശത്രു കാണുക മേശയൊരുക്കിയ ദൈവം, ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കിയ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ദാവീദ് തന്റെ അനുഭവത്തിൽ വിളിച്ചു പറയുകയാണ്. എന്നിട്ടാണ് ഈ കുറിവാക്യത്തിന്റെ പ്രസക്തി. ദൈവം വിടുതൽ നൽകിയപ്പോൾ, ദൈവം തിരിച്ചു വരുത്തിയപ്പോ, ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചപ്പോ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നപ്പോ, നോക്കി നിൽക്കുന്നവർ കാണുകെ, അല്ലെങ്കിൽ പകയ്ക്കുന്നവർ കാണുകെ, നന്മയ്ക്കായി അടയാളം ചെയ്തപ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ നാവ് ഇടവിടാതെ ദൈവത്തിന്റെ നീതിമാനായ ദൈവം നീതിയോടെ തനിക്ക് വേണ്ടി വ്യവഹാരം നടത്തി, തന്നെ തിരിച്ചു കൊണ്ടുവന്നു, ഉറപ്പിച്ചു. വെല്ലുവിളിച്ചവരുടെ മുമ്പാകെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും, അനർത്ഥ ദിവസത്തിൽ അവിടുത്തെ കൂടാരത്തിൽ ഒളിപ്പിച്ച ദൈവമാണെന്നും, ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണെന്നും വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ദാവീദ് പറയുക, എനിക്ക് മൗനമായിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് എന്റെ നാവ് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് മാത്രമല്ല ഭ്രമിച്ചുപോയി. ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം നൽകുന്ന വിടുതലുകൾ, സൗഖ്യം, അത്ഭുത പ്രവർത്തികൾ, ദൈവം അവരെ ശക്തീകരിച്ചത്, വിധിയെഴുത്തുകളുടെ മുമ്പാകെ നിവർത്തിയത് കണ്ട് ചിലർക്ക് ഭ്രമം തട്ടും, മറ്റൊരു ചിലർ വായ് പൊത്തും. ദുഷ്ടൻ പല്ലുകടിച്ചുരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അനർത്ഥം അനുഭവിച്ചവർ ലജ്ജിച്ച് തല താഴ്ത്തി ഭ്രമിച്ചു പോയപ്പോ തന്റെ തലയെ ഉയർത്തിപ്പിടിപ്പിച്ച് തന്റെ അതിമഹത്തായ പ്രതിഫലമായ ദൈവത്തിന് നന്ദി പറയാൻ തന്റെ നാവുകളെ താൻ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം വിടുതൽ നൽകുമ്പോൾ അത് ദേശം കേൾക്ക വിളിച്ചു പറയണം. ദൈവം സൗഖ്യം നൽകുമ്പോൾ, ദൈവം പുറത്ത് കൊണ്ടുവരുമ്പോൾ, ദൈവം പുറപ്പെടുവിക്കുമ്പോൾ, ശക്തീകരിക്കുമ്പോൾ വിളിച്ച ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഈ ദിവസങ്ങൾ തയ്യാറാകുമെങ്കിൽ വീണ്ടും അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. പറയാമോ? എന്റെ നാവ് അങ്ങയുടെ നീതിയെക്കുറിച്ച് സാക്ഷ്യം പറയും. കാരണം നോക്കി നിന്നവർ കാണെ ദൈവം ചെയ്ത പ്രവർത്തികൾ, മഹാകാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല. ഇന്നും അവിടുത്തെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. ഇന്നും അവിടുത്തെ ശക്തി തീർന്നു പോയിട്ടില്ല. ഇന്നും അവിടുത്തെ മഹത്വം തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി യുവാവേ, യുവതിയെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, അവിടുത്തെ കരം ഇന്നും ചലിപ്പിക്കാൻ പോകുക. ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ, യഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കാൻ ദൈവം ഇടയാക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ടവനായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വിടുതലുകൾക്കായും ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾക്കായും അങ്ങയുടെ ശക്തിയുടെ വലുപ്പത്തിനായും ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങളുടെ നാവ് അങ്ങയുടെ നീതിയെ, അങ്ങയുടെ വിടുതലിനെ, അങ്ങയുടെ സമാധാനത്തെ, അങ്ങ് നൽകിയ സൗഖ്യത്തെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കൈയുടെ വല്ലഭത്വത്തെ കുറിച്ച് വിളിച്ചു പറയാൻ ഇടയാക്കുക എന്നതിന് സ്തോത്രം. അനർത്ഥം അനുഭവിക്കുന്നു കർത്താവ് അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിപ്പിച്ച് ദേശത്ത് പാറമ ഞങ്ങളെ ഉയർത്തുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കുന്നതിന്, വിടുതൽ വ്യാപരിക്കുന്നതിന്, ആഴങ്ങൾ തിരികെ കയറ്റുന്നതിന്, വീണ്ടും തന്റെ ജനത്തെ ജീവിപ്പിക്കുന്നതിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ ബലത്തോടെ ഇന്ന് പ്രഭാതത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. സകല മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ ജീവിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടെ നമ്മെ ശക്തീകരിക്കട്ടെ, ബലത്തോടെ നിർത്തട്ടെ, കൃപ കൂടെ ഇരിക്കട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശ്ചിച്ചു.